നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഐ എം സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുന്നു, സംശയങ്ങൾ ചോദിക്കുന്നു. സന്തോഷം. ഇന്നത്തെ ഇതൊരു പ്രധാന സബ്ജക്റ്റാണ്. എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കാത്തതിൻ്റെ കാരണം? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ശരിയായ രീതിയിലാണോ നിങ്ങളുടെ പ്രാർത്ഥന? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിലേക്ക് എത്തുന്നത്? നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്? ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നവരാണല്ലേ. പല മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ മതവിഭാഗ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലം ലഭിച്ചിട്ടുണ്ടോ? അതോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണോ, വിപരീതമായിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്? ആണെങ്കിൽ എന്തുകൊണ്ടാണത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കും. ലഭിക്കാതെ എവിടെയും പോവില്ല. അപ്പം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നല്ലേ, മിസ്റ്റേക്ക് ഉണ്ടെന്നല്ലേ അർത്ഥം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഭഗവാനെ, ദൈവമേ, എൻ്റെ കടം തീർക്കണേ, എൻ്റെ കടം തീർക്കണേ, എൻ്റെ കടം തീർക്കണേ. ഭഗവാനെ, എൻ്റെ രോഗം മാറ്റണേ, എൻ്റെ രോഗം മാറ്റിത്തരണേ, എൻ്റെ രോഗം മാറ്റിത്തരണേ. ഇങ്ങനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കാറ്? ഇങ്ങനെ എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട്? സത്യസന്ധമായി ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടണേ. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. രോഗം, കടം, ഇങ്ങനെ എന്തും പറയുന്നത് എന്തും നെഗറ്റീവാണ് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രപഞ്ചശക്തി എന്ത് പറയുമെന്നറിയാമോ? തഥാസ്തു. നിങ്ങളുടെ പ്രാർത്ഥന അതുപോലെ തന്നെ ഫലിക്കട്ടെ, അങ്ങനെ തന്നെ വരട്ടെ. എന്ത്? കടം, രോഗം. അപ്പോൾ എന്താണ് കടം, രോഗം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വരട്ടെ. അത് തന്നെ വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് റിമൂവ് ചെയ്ത് കളയുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുക? എനിക്ക് നല്ലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് പൂർണ്ണമായ ശാരീരിക മാനസിക ആരോഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. എനിക്ക് ആവശ്യത്തിന് സമ്പദ് സമൃദ്ധി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. നിങ്ങൾക്ക് കടം ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ കടം എന്ന് പറയരുത്. കടം എന്ന് പറയുന്നത് സമ്പത്താണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ പറയാം, എനിക്ക് ആവശ്യത്തിന് സമ്പദ് സമൃദ്ധി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി, എനിക്ക് ആവശ്യത്തിന് ധനം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെ ഇന്ന് മുതൽ നിങ്ങൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കൂ. വിത്ത് ഇമോഷൻ ആൻഡ് ഇമേജ് കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഈ പറയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഭൂരിഭാഗവും ജീവിതത്തിൽ എന്തായാലും സക്സസ് ആയിരിക്കും, വിജയിച്ചിരിക്കും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നില്ലെങ്കിൽ ഇതാണ് കാരണം. ഇനി മുതൽ നിങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഈ വീഡിയോ കാണുന്നവർ ഓരോരുത്തരും ഈ രീതിയിൽ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇത് വലിയ വലിയ ജീവിതത്തിൽ സക്സസ് ആയ ഒരുപാട് ഫേമസ് ആയ ആളുകൾ അവർ ഉപയോഗിച്ച തന്ത്രമാണ്, അവർ ഉപയോഗിച്ച ടെക്നിക്സാണ്, അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതുമായ ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും നിങ്ങൾക്ക്
ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നവർക്ക് ഇതിൻ്റെ പൂർണ്ണമായൊരു ആശയം ലഭിക്കുകയുള്ളൂ. ആ പൂർണ്ണമായ ആശയം ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ഓരോ ടെക്നിക്കും ചെയ്യാനായിട്ട്. ആദ്യമായി കാണുന്ന നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.